എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ, ഈവനിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ താഴെ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി മേടിച്ച് വന്നതാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് താഴെ ആഴ്ചയിൽ ഒരു ദിവസം വരും വണ്ടി, പച്ചക്കറി വണ്ടി. അപ്പോൾ ഞാൻ താഴെ നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ. നല്ല ഫ്രഷായ പച്ചക്കറി തന്നെയാണ്, അടിപൊളിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ മേടിക്കും, കുറച്ച് മേടിക്കുള്ളൂ. കുറച്ച് 3-4 ഐറ്റംസൊക്കെ ഉണ്ടാവുള്ളൂ, അധികമൊന്നും ഉണ്ടാവില്ല അവരുടെ കയ്യിൽ. അപ്പോൾ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കോളിഫ്ലവർ ഉണ്ട്, അടിപൊളി കോളിഫ്ലവർ ആട്ടോ. നല്ല വലിപ്പത്തിൽ നല്ല കോളിഫ്ലവറും പിന്നെ വലിയ വഴുതനങ്ങയും വലിയ വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങ പിന്നെ കുറച്ച് തക്കാളി, ഇത്ര ഐറ്റംസ് മാത്രമേ മേടിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇത് മേടിച്ച് വന്നു. ഇനി വൈകുന്നേരത്തെ പരിപാടി നോക്കാം. അമ്മ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരയ്ക്കണം. അപ്പോൾ അതരയ്ക്കണം ഞാൻ. അത് അരച്ച് മുഴുവനായിട്ട് വെച്ചിട്ടില്ല. കുറച്ച് മിക്സിയിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഓരോ ട്രിപ്പായിട്ട് ഞാൻ അരയ്ക്കുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. എന്നുവെച്ചാൽ ഒരു ട്രിപ്പ് അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വല്ല പണിയിലേക്കും പോകും. അപ്പോൾ അവർക്ക് മാഗി കഴിക്കണം, മക്കൾക്ക് മാഗി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ അരിയാണ്. സബോള, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അവർക്ക് അധികം പച്ചക്കറി ഇടണമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി ഇട്ടിട്ട് ആക്കുക. അപ്പോൾ അത് കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതൊന്ന് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് മൂടി വെച്ചു കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് മൂടി വെച്ച് മാഗി ഉണ്ടാക്കപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, സിമ്പിളായിട്ട് അധികം. പിന്നെ ഞാൻ അരി ഉഴുന്നും വീണ്ടും അരയ്ക്കാൻ പോവാണ്. അപ്പോൾ അത് അരച്ച് വെച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തലേദിവസം ഉപ്പിട്ടിട്ടാണ് കേട്ടോ അരച്ച് വയ്ക്കുക. കാരണം അങ്ങനെ ചെയ്യാറ് ഞാനിപ്പോഴും. ഉപ്പിട്ടിട്ട് അരച്ച് വയ്ക്കും. അരച്ചിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് അത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായി കുറച്ച് നേരം മിക്സ് ചെയ്താലാണ് അത് മാവ് നല്ല പൊന്തി വരും ചെയ്യും. നല്ല ഇഡ്ഡലി നല്ല ദോശയൊക്കെ ആവും കേട്ടോ. അപ്പം അങ്ങനെ മാഗിയായി. പിന്നെ പാത്രം കഴുകല്ല, മറ്റേ നമ്മളെ മധുരക്കിഴങ്ങ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടം മധുരക്കിഴങ്ങ്. അപ്പോൾ അത് പുഴുങ്ങാൻ ഉപ്പിട്ടിട്ട് വെച്ചു. അതിൻ്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകാൻ അടുക്കളയിൽ ഇങ്ങനെ വന്നാൽ മതി. അപ്പോഴത്തേനും പാത്രങ്ങൾ അങ്ങനെ കൂടി വരും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അവൽ കുഴച്ചു. അപ്പോൾ ബായ് കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഓക്കെ, ബായ്.